Hi everyone, this is Jabin Xavier from Evica and finally iOS 26.3 ന്റെ പുതിയ ബീറ്റ 2 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 2.1 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. പല ഡിവൈസിലും പല സൈസിലായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വരാനുള്ള ചാൻസ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേറ്റ്സും റിലീസ് ചെയ്യുന്നുണ്ട്. മാക്കിനും വാച്ചിനും ഐപാഡിനും ആൻഡ് ഹോം പോഡിനെല്ലാം പുതിയ ബീറ്റകൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ iOSനെ പറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും ടിപ്സും ട്രിക്സും എല്ലാം അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്, ഈ ഒരു കൊല്ലം നമുക്ക് ഒരു 1 million സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് വാൾപേപ്പേഴ്സും അതിൻ്റെ കൂടെ തന്നെ എല്ലാ പുതിയ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് ജെബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അത് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26.3 23D 5103D എന്ന്. ഇതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ബില്ല് മേ ബി നമുക്ക് 2-3 ബീറ്റാസും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടാതെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നേരത്തെ ആപ്പിൾ ടെസ്റ്റ് ചെയ്ത 2 കാര്യങ്ങളാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് നേരെ ബാക്കിലേക്ക് പോവാം. അവിടെ നിന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റവും താഴത്തേക്ക് പോകുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഓപ്ഷനിൽ കഴിഞ്ഞ ബീറ്റയിൽ നിങ്ങൾക്ക് 2 പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ്സിൻ്റെ ട്രയലാണ് കിട്ടിയത്. iOS 26.3 എയും 26.3 ബിയും എന്നിങ്ങനെ 2 പുതിയ ബീറ്റാസിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റ് റൺസിൻ്റെ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വരുന്ന ചേഞ്ച് നേരെ സെറ്റിങ്സ് എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് ജനറൽ ഓപ്ഷൻ എടുക്കാം. അവിടുന്ന് ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു മെയിൻ സ്വിച്ച് വന്നിരിക്കുന്നത്. ഈ ഒരു സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐഫോണിലെ എല്ലാ ഡാറ്റാസും നമുക്ക് ഇനി മുതൽ ഈസി ആയിട്ട് ആൻഡ്രോയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയും നാൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മേ ബി ആപ്പിളും ഗൂഗിളും ഇപ്പോൾ കമ്പനിയായിട്ടൊരു മൾട്ടി ഇയേഴ്സ് ഓഫ് കൊളാബറേഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആപ്പിൾ ആ ഒരു ഓപ്ഷൻ മേ ബി ആൻഡ്രോയിഡിന് ഓപ്പൺ ചെയ്ത് കൊടുത്തായിരിക്കും. ഇതിൻ്റെ കൂടാതെ തന്നെ ആപ്പിൾ ചെറിയൊരു ഓപ്ഷൻ ഈ ഒരു അപ്ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. സെറ്റിങ്സിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് എടുക്കുമ്പോൾ നേരത്തെ നമുക്ക് iOS 26.3 ബീറ്റ 1 ഇവിടെ ഓപ്ഷനിൽ സ്ക്രീൻഷോട്ടിൻ്റെ താഴെത്തട്ട് നോട്ടിഫിക്കേഷൻ ഫോർവേഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇത് കൺട്രി വൈസിൽ ആപ്പിൾ അത് തിരിച്ചു കൊണ്ടുവരാമായിരിക്കും. അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാംസങ്ങോ അല്ലെങ്കിൽ ഗൂഗിളോ അങ്ങനെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി വാച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ ഫോർവേഡിങ് ഓപ്ഷൻ എനേബിൾ ആവുക. ആ ഒരു ചേഞ്ചും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസിനാണ്. ആപ്പിളും ഗൂഗിളും കൂടി ഏകദേശം ഒരു മൾട്ടി ഇയർ കൊളാബറേഷനാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ ആപ്പിളിൻ്റെയും ഗൂഗിളിൻ്റെയും ഒരു പുതിയ ജെമിനിയോ അല്ലെങ്കിൽ സിറിയോ ആയിരിക്കില്ല കാണാൻ പോകുന്നത്. ആപ്പിൾ ഡിവൈസുകൾക്ക് വേണ്ടി മാത്രം പ്രൈവറ്റ് കമ്പ്യൂട്ടിങ്ങും ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രൈവസി നോംസും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഏറ്റവും വലിയ പുതിയ ഒരു സിറി 2.0 ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള ഡിവൈസിൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ടാണ് ഡിവൈസിൻ്റെ പെർഫോമൻസ് ഫീൽ ചെയ്യുന്നത്. യാതൊരു ബഗ്ഗോ അതോടൊപ്പം ക്ലട്ടറിങ്ങോ ആസ് ഓഫ് നൗ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഡിവൈസിനനുസരിച്ച് iOS 26 കുറച്ചധികം ഭാരപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് താങ്ങിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ ഏറ്റവും സ്മൂത്തായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഐഫോൺ 11. എന്നാലും എനിക്ക് ഈ ഒരു ഡിവൈസിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നേരെ സെറ്റിങ്സിൽ ബാറ്ററി നോക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇത് സർവീസ് ഓപ്ഷനിൽ നിൽക്കുന്നത് 73% ഇപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ ഞാൻ നേരത്തെ 100% ആക്കിയത് ഇന്നലെ രാവിലെ 7:20 ഇപ്പോഴും ബാക്കി 50% നിൽക്കുന്നുണ്ട്.
ഈ ഒരു ഡിവൈസിൽ ഇപ്പോഴും 50% നിൽക്കുന്നത് ഞാൻ സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും 73% ബാറ്ററി ഹെൽത്തിൽ ഇത്രമാത്രം പെർഫോമൻസ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. തേർമൽ ഇഷ്യൂസ് അത്യാവശ്യം കൂൾ ഡൗൺ ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ അടുത്ത വേർഷൻ എന്നായിരിക്കും iOS 26.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നായിരിക്കും വെച്ചാൽ ആപ്പിൾ ഇപ്പോൾ ഒരു വീക്ക്ലി സൈക്കിളിലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്കൊരു 2021 ആ ഒരു ടൈമിൽ തന്നെ iOS 26.3ൻ്റെ പുതിയ ബീറ്റ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും iOS 26.4ൻ്റെ ബീറ്റാസും സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ചിലൊക്കെ ആകുമ്പോൾ iOS 26.4ൻ്റെ ആ ഒരു ഹ്യൂജ് ആപ്പിൾ സിറി ഇൻ്റഗ്രേഷൻ നമുക്ക് കാണാനും പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് iOS 26.3ൻ്റെ ബീറ്റ 2ലെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ എല്ലാ പുതിയ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അത് എനിക്കും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും നമ്മുടെ ചാനൽ ഷെയർ കൊടുക്കുക. ഈ ഒരു കൊല്ലം നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Evan Xavier signing from Evika.